ആംഗ്ലേ ആ എവിടെ വരെ ആയടാ? ദേ മുണ്ടക്കൽ കഴിഞ്ഞു. ആ ഇനിയിപ്പോ 2 മണിക്കൂർ കാണിക്കണ്ട മാപ്പില്. എടാ നീ ചാർജ് എടുക്കാൻ പോകുന്ന സ്റ്റേഷനില്ലേ, ആ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ. എനിക്ക് തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്. അവിടെ ഞാൻ സർവീസ് ഇരുന്ന സമയത്ത് എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ASI ഉണ്ട്, കൃഷ്ണൻ. മിടുക്കനാ. ഓക്കെ അങ്കിളെ, സത്യം പറയാലോ, പോസ്റ്റിംഗ് ഓർഡർ വന്നപ്പോൾ മുതലേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ചും സ്റ്റേഷനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ചിരുന്നു. അത് നന്നായി. എടാ അതുപോലെ നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടല്ലോ, അവർ വെറുതെ സാധാ പോലീസുകാരാണെന്ന് പറഞ്ഞ് തള്ളിക്കളയണ്ട. അവർക്ക് നല്ല എക്സ്പീരിയൻസിലാ. അത് നീ യൂട്ടിലൈസ് ചെയ്യണം. എന്ന് വെച്ചാൽ അവരെ അടുത്ത് തലേ കയറ്റി വെച്ചേക്കരുത് കേട്ടോ. അതിലാ നിന്റെ മിടുക്ക്. ആടാ പിന്നെ നീ അവന്മാരുടെ കൂടെ ഇന്ന് വെള്ളവടി പരിപാടിക്കൊന്നും പോയേക്കല്ലോ കേട്ടോ. നിന്റെ ഉള്ള വില പോയി കിട്ടും. അയ്യോ അങ്കിളെ, അതിന് ഞാൻ മദ്യപിക്കാറില്ലല്ലോ. അയ്യോടാ മോനെ, എന്റെ അടുത്ത് തന്നെ വേണോടാ നിന്റെ അഭ്യാസം. എന്നാ ശരിടാ, നീ ചെന്നിട്ട് വിളിക്കും. ചേട്ടാ, ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ ഈ വഴി പോവാ. ഇടത്തേക്കൊരു വഴിയുണ്ട്, നേരെ സ്റ്റേഷനിലേക്കാ. ഓക്കെ, താങ്ക് യു. കേട്ടോ. ശരി സാർ. ഇൻസ്പെക്ടർ ഇവിടെ ഇല്ലല്ലോ. എന്ത് വേണം? ഞാൻ പുതിയതായി ചാർജ് എടുക്കാൻ വന്ന SI ആണ്. പേര് വിജയ്. ഓ സോറി സാർ, അറിഞ്ഞില്ല. സോറി. കുഴപ്പമില്ല. കൃഷ്ണേട്ടനല്ലേ? എത്തണല്ലോ സാർ, ഞാൻ വിളിക്കാം. എന്നാൽ നിങ്ങൾ വിട്ടോ സാർ. വാ. സർ, എന്റെ പേരെങ്ങനെ? റിട്ടയർഡ് DSP രാജീവ് കുമാറിന്റെ അങ്കിളാണ്. അങ്കിള് പറഞ്ഞറിയാം. സാർ എനിക്ക് എന്റെ ഗുരുവിനെ പോലെ. അകത്തേക്ക് ഒരു സർ. സർ, ഇത് ബാലൻ, സീനിയർ കോൺസ്റ്റബിളാ സർ. 4 വർഷമായിട്ട് ഈ സ്റ്റേഷനിലാണ്. ബാലൻ കോട്ടയംകാരനാ. സത്യ സർ, ഇത് സത്യൻ. ഹലോ. സത്യൻ ഈ നാട്ടുകാരൻ തന്നെയാ. നീ ഇവിടെ ജോയിൻ ചെയ്തിട്ട് എത്ര വർഷമായി? 3 വർഷമായി. സർ, ഇത് ബിബീഷ് സർ. സർവീസിൽ കയറിയിട്ട് 5 വർഷമായി അല്ലേടാ? ഓ അതെ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് സാർ. ബിബീഷിന്റെ സ്ഥലം എവിടെയാ? പത്തനംതിട്ട, അടൂര്. സർ, ഇത് രമ്യ, അത് വിദ്യ. രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ ജോയിൻ ചെയ്തേ. ഇപ്പോൾ 2 വർഷമായി. രണ്ടുപേരും ആലപ്പുഴക്കാരാ. പിന്നെ ഒരാളും കൂടെ ഉണ്ട് സർ, ആനന്ദ്. ആൾ ഇന്നാളെ ലീവാ. ആനന്ദിൻ്റെ അമ്മ വയ്യാതെ കിടക്കുക. ഹോസ്പിറ്റലിൽ എന്തോ ചെക്കപ്പോ മറ്റോ ഉണ്ടെന്ന് പറഞ്ഞു. ആള് ഈ നാട്ടുകാരൻ തന്നെയാണ്. കൃഷ്ണേട്ടൻ്റെ ഇവിടെ എത്ര കാലമായി? ഞാനിവിടെ 3 കൊല്ലമായി സർ. ഇനിയൊരു 4 കൊല്ലം കൂടി സർവീസുണ്ട്. സ്വന്തം നാട്ടിലെ സ്റ്റേഷനിൽ ഇരുന്ന് റിട്ടയർ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അല്ല, അതിനുള്ള വഴികളൊക്കെ നോക്കുന്നുണ്ട്. നന്നായി. കൃഷ്ണേട്ടൻ്റെ നാട് എവിടെ? തിരുവനന്തപുരത്താ, വഞ്ചിയൂര്. അറിയോ സാറേ? പിന്നെ കേട്ടിട്ടുണ്ട്. വിഭീഷ സാർ, നോക്കി സാർ. P26 ആൻസറിംഗ് സർ. ഇവിടെ ഇൻസ്പെക്ടർ ഇല്ലേ? ഇല്ല സർ. പഴയ ഇൻസ്പെക്ടർ SIയും പോയ ശേഷം 7 മാസം കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയ പോസ്റ്റിംഗ് നടക്കുന്നത്. എന്താ? അത് ഇതൊരു പ്രശ്ന സാധ്യതാ മേഖലയൊന്നും അല്ലാത്തതുകൊണ്ടായിരിക്കണം സാറേ. കൺട്രോൾ റൂമിൽ നിന്നാണ്. മറ്റന്നാൾ ഫിനാൻസ് മിനിസ്റ്റർ ടൗൺ വഴി പാസ് ചെയ്യുന്നുണ്ട്. റോഡ് ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന്. സമയം പിന്നീട് അറിയിക്കും. അപ്പോൾ മറ്റന്നാൾ നാട്ടുകാരെ തെരുവിടാൻ നമ്മൾ കേൾക്കേണ്ടി വരും. സാറിൻ്റെ ഫാമിലിയൊക്കെ? ഞാൻ പാലക്കാട്ടുകാരനാണ്. വീട്ടിലെ അച്ഛനും അമ്മയും ഞാനും. നാട്ടിൽ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ പോകുന്നില്ല. കൃഷ്ണേട്ടാ, എൻ്റെ താമസ സൗകര്യം? സാറേ, ക്വാർട്ടേഴ്സ് പുറകിലാണ്. ഞാനും ബിബീഷും രമ്യയും വിദ്യയും ബാലനും അവിടെയാണ് താമസിക്കുന്നത്. സാർ എങ്ങനെയാ വന്നേ? ഞാൻ കാറില്ല. കാർ ഇവിടെ തന്നെ നടക്കട്ടെ. നമുക്ക് ലഗേജ് എടുത്ത് ക്വാർട്ടേഴ്സിലേക്ക് പോകാം. നിങ്ങളോട് ചെല്ലാം, ഞാൻ താക്കോൽ എടുത്തിട്ട്. ശരി
സാർ കൃഷ്ണേട്ടാ, ഓ നമ്മുടെ വിദ്യയ്ക്കൊരു ഡൗട്ട്. ആ ഈ സാർ മാരീഡ് ആണോന്ന്? പിന്നെ മൂത്ത വെച്ച് SSLC തോറ്റു നിൽക്കുക എന്തോന്ന്. കൃഷ്ണേട്ട, ഒരു സംശയം. ഇവിടെ ഇൻസ്പെക്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടത്? സാർ ഇത് റൂറൽ ഏരിയ ആയതുകൊണ്ട് DYSP ഓഫീസിലാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഓ, അങ്ങനെയാണ്. ഞാൻ സാധനങ്ങൾ വെച്ച് റെഡി ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഓ പോയാലോ? അതിനെന്താ സാർ, ആയിക്കോട്ടെ. ബാല ജീപ്പ് റെഡിയല്ലേ? റെഡിയാ സാർ, രാവിലെ വർക്ക്ഷോപ്പിൽ നിന്ന് വിളിച്ചിരുന്നു. ആ ജീപ്പിന് എന്ത് പറ്റി? സാർ അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് പൊട്ടിയായിരുന്നു, അത് മാറ്റാൻ കൊടുത്തേക്കുവാ. ഒരു സാർ സാറേ, സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും. അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ആകെപ്പാടുള്ളൊരു പ്രശ്നം, വേനൽക്കാലത്ത് വെള്ളത്തിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സാധാരണ ടാങ്കറിൽ കൊണ്ടുവന്ന് അടിക്കാറാ പതിവ്. പിന്നെ ഫുഡിന്റെ കാര്യമാണെങ്കിൽ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ട്, വിളിച്ചു പറഞ്ഞാൽ അവരോട് എത്തിച്ചേരും. തൽക്കാലം കുക്ക് ചെയ്ത് നോക്കാനാ പ്ലാൻ. ചീറ്റിപ്പോയി നമുക്ക് ഹോട്ടലിൽ പറയാം. എന്നാൽ ശരി, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വന്നോ, ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. ശരി സാർ. വാ. ഓക്കെ. സാർ, പോലീസ് വെരിഫിക്കേഷന് വേണ്ടി ഇന്നലെ വീട്ടിൽ വന്നപ്പോൾ ഇവൻ സ്ഥലത്തിലായിരുന്നു. അത് സാരല്ല. ബാലനോട് ഒന്ന് കൃഷ്ണേട്ടാ, ആ ഇന്നലത്തെ പാസ്പോർട്ട് വെരിഫിക്കേഷൻ കേസ്. ആ ഇങ്ങോട്ടേക്ക്. ഞാൻ സീൽ വെച്ചിട്ടേ. സാർ ചായ. ആ എടാ മോനെ, നാളെ മുതൽ ഒരാൾ കൂടി വേണം. പുതിയ SI സാർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ശരി സാറേ. നിന്റെ പേരെന്താന്ന് പറഞ്ഞു? മിഥുൻ മനോഹരൻ. മിഥുൻ മനോഹരൻ. ആധാർ കാർഡ് കയ്യില്ലേ? ആ ഉണ്ട് സാർ. അടുത്ത് നിന്റെ കേസൊക്കെ കഴിഞ്ഞോ? കേസോ? എൻ്റെ പേര് കേസൊന്നുമില്ല സാറേ. ബല, ആള് പയ്യനാണെങ്കിലേ പോലീസ് ഡ്രസ്സിൽ നല്ല പേഴ്സണാലിറ്റിയാ. അതെ അതെ. മതി നോക്കിയത് ആള് കയറിപ്പോയി. സജി, 2 ചായ, ഒന്ന് മീഡിയം, ഒന്ന് സ്ട്രോങ്. 2 ചായലൊന്ന് സ്ട്രോങ് ഒന്ന് മീഡിയേ. എന്നാ ഉണ്ട് സാബു? എന്നാ കാലത്ത് പരിപാടി? MLA ഒന്ന് കാണണം, 1-2 മീറ്റിംഗ് ഉണ്ട്. സജേട്ടാ, നമ്മുടെ സ്റ്റേഷനിലേ പുതിയ SI വന്നിട്ടുണ്ട്. ചെറുപ്പക്കാരൻ പയ്യനാ. ആണോ? നീ മിണ്ടിയാടോ പുള്ളിക്കാരനോടെ? ഇല്ല, ഞാൻ ചായയും ചെറുകടിയും പോലീസുകാർക്ക് കൊടുക്കുന്നുണ്ട്. പുള്ളി കയറി വന്നു. ചേട്ടാ, ഒരു പഴംപൊരി. ഇപ്പൊ തരാം. പഴംപൊരി എടുത്തോട്ടെ. സാബുവേ, പുതിയ SIയെ പരിചയപ്പെടാൻ പോകുന്നില്ലേ? ആ, നാളെ മറ്റന്നാളെ പോയി ഒന്ന് അതിൽ വെച്ചേക്കാം. ഏതടവൻ എന്നാ പോക്കന്മാർക്ക് പോകുന്നു? അതാ മധുവിന്റെ മോനല്ലേ? അവൻ ഫുള്ള് കഞ്ചാവെന്നുള്ള പറഞ്ഞു കേട്ടത്. പിടിച്ച് 2 കൊട്ടക്കേണ്ട സമയം കഴിഞ്ഞു. എന്നെങ്കിലും അവൻ എൻ്റെ കൈ കിട്ടും. ഇന്ന് ജോയിൻ ചെയ്തു അല്ലേ? അതെ സാർ, ഇന്ന് രാവിലെ ജോയിൻ ചെയ്തു. തൻ്റെ സർവീസിലെ ആദ്യത്തെ പോസ്റ്റിംഗ് ആണല്ലോ. ഇൻസ്പെക്ടർ പോസ്റ്റിംഗ് നടക്കാത്തതുകൊണ്ട് ആ ഡ്യൂട്ടിയും കൂടി തനിക്കായിരിക്കും. യെസ് സാർ. താൻ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓ ശരി സാർ. അപ്പോൾ ഓക്കെ വിജയ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ.